അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ടെക്സ്ചർ ആർട്ടാണ്. ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചൊരു സംഭവമായിരുന്നു ഇത്. അപ്പോൾ വീഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഞാനായിരിക്കും. പിന്നെ ഈ ഒരു ടെക്സ്ചർ ആർട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് നാളായി. ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. അതിനായിട്ട് ഒരു കാർഡ്ബോർഡ് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഒരു റിച്ച് പേഴ്സൺ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കാർഡ്ബോർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂവും വാട്ടറും വെച്ചിട്ട് ഈ ടിഷ്യൂസ് ആ കാർഡ്ബോർഡിൻ്റെ പൊക്കത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ലെയറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ലെയർ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കൊടുക്കാം. പിന്നെ ആദ്യമായിട്ട് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ പരിമിതികളൊക്കെ ഇതിനുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം നമ്മൾ സെക്കൻഡ് ലെയറും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയർ കൊടുക്കാം. അപ്പം നമ്മൾ തേർഡ് ലെയറും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു പിങ്ക് ഷെയ്ഡ് കൊടുക്കണം. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഗ്ലൂവും വാട്ടറും മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു ഇച്ചിരി പിങ്ക് കളർ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. പിന്നെ ആവശ്യ സമയത്ത് ഉപകരിക്കാത്ത ബുദ്ധിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ പിങ്ക് കളർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ചെറിയ ബ്രഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം മെനക്കെട്ടു പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അതിനായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്ലൂവും വാട്ടറും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ടിഷ്യൂസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ടിഷ്യൂസിനൊന്നും ക്ഷാമം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബാക്കി വരുന്ന ടിഷ്യൂസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുമായിരുന്നു. എന്നിട്ട് അതൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം അതിനകത്തുള്ള വാട്ടറൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് രണ്ടാക്കി മാറ്റണം. ഒന്നിന് യെല്ലോ കളർ കൊടുക്കണം, ഒന്നിന് വൈറ്റ് കളർ കൊടുക്കണം. ഞാനിപ്പോൾ ഡെയ്സി ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ യെല്ലോ കുറച്ച് മതിയായിരുന്നു, വൈറ്റ് ആയിരുന്നു കുറച്ചുകൂടെ അധികം വേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ എടുത്തപ്പോൾ യെല്ലോ കൂടുതലും വൈറ്റ് കുറവുമായിപ്പോയി. പിന്നെ ആദ്യത്തെ വോയിസ് ഓവറും ഇപ്പം കൊടുക്കുന്ന വോയിസ് ഓവറും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഇപ്പം എനിക്ക് പനി പിടിച്ചിട്ടാണുള്ളത്. ഇതിന് മുന്നത്തെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് പനിയില്ലായിരുന്നു. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഈ കളർഫുൾ ഡബ്ബകൾ എൻ്റെ നെയിൽ പോളിഷ് റിമൂവറിൻ്റെയാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡെയ്സി ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു ബേസായിട്ടാണ്. ഇതെവിടെയാണ് വെക്കേണ്ടതെന്നുള്ളൊരു ധാരണ വേണമല്ലോ നമുക്ക്. അപ്പം അങ്ങനെ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കാം. ഒന്നല്ല, കുറച്ചധികം വേണം. പിന്നെ ഞാൻ ആദ്യം വരച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവർ കുറച്ചധികം വലുതായിപ്പോയി. ബാക്കിയുള്ളത് ഇത്രയും വലുപ്പത്തിൽ വരക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ചെറുതും ഇത് കുറച്ചധികം വലുതും ആയിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. അവസാനം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് വരച്ചെടുക്കാം. പിന്നെ ഈ വരച്ചെടുക്കുന്ന പരിപാടി തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചെടുത്തിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്ചർ ആർട്ട് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ യെല്ലോ ആണ് കൊടുക്കുന്നത്. അതായത് ഫ്ലവറിൻ്റെ മിഡിൽ പോർഷനാണ് ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റിൽ തന്നെ ആ വലിയൊരു ഫ്ലവറിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ട്വീസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിളിയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ അതിൻ്റെ മുകളിലേക്കൊന്ന് ഇതുപോലെ വെച്ചിട്ട് ഒരു ടെക്സ്ചർ പരുവത്തിലാക്കി കൊടുക്കുക. പിന്നെ ആദ്യം ഞാൻ ഈ ടിഷ്യൂസിൽ ഗ്ലൂ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് വെക്കുമ്പോൾ ഗ്ലൂ അങ്ങനെ നിൽക്കുമായിരിക്കും എന്നാണ്. പക്ഷേ വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഗ്ലൂ തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഈ ടെക്സ്ചർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു പാർട്ട് മാത്രം കുറച്ചധികം ടൈം കൺസ്യൂമിംഗ് ആണ്.
പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ക്ലൗഡ് പെൻ ഹോൾഡർ ഉണ്ടാക്കിയ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു സംഭവം മിസ്സിങ് ആണ് എന്ന്. അതെന്താണെന്ന് കമൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യവശാൽ അതിലൊരു കമൻറ്റ് പോലും വന്നിട്ടില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ടാവും. അതിനൊരു കണ്ണും വായും പിന്നെ ആ ഒരു ബ്ലഷും ഒന്നും ഞാൻ അപ്പോൾ വരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഓർമ്മ വന്നപ്പോൾ വരച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതെങ്കിലും കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ഈ കമൻറ്റ് ചെയ്യാന്ന് പറയുന്നതല്ലാണ്ട് നിങ്ങളാരും കമൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ യെല്ലോ കുറച്ചധികമാണ് ഞാൻ മിക്സ് ചെയ്തത്, വൈറ്റ് കുറവായി പോയിന്ന്. അതുകൊണ്ട് തന്നെ 3 ഫ്ലവേഴ്സ് ചെയ്തപ്പോൾ തന്നെ ഈ വൈറ്റ് തീർന്നു പോയി. പിന്നെ യെല്ലോ ആയിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് മിഡിലിൽ വെച്ചിട്ട് യെല്ലോ ഫ്ലവേഴ്സ് ചെയ്തെടുത്തു. കൊളാവൂന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷെ അവസാനം എനിക്കിഷ്ടമായി. പിന്നെ ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഈസിൽ സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സൈസിലാണ് ഞാനിപ്പോൾ ഈ കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ടുള്ളത്. പിന്നെ ഈസിൽ സ്റ്റാൻഡിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടെക്സ്ചർ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ ഈസിൽ സ്റ്റാൻഡിലേക്ക് വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.